നമസ്കാരം. തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബയ്ക്കൊപ്പം 40ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നഞ്ചിപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ. മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൻ സ്കീമിലൂടെ പണിക്കൂലിയില്ലാതെയും പണിക്കൂലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും 9084 നിങ്ങളുടെ ഇഷ്ട സ്വർണ്ണമണിയാം ഇഷ്ടം പോലെ. ചെമ്മാട് വസ്ത്രവ്യാപാരശാലയിൽ വസ്ത്രങ്ങൾ എടുക്കുന്നതിനിടെ കുഴഞ്ഞു വീണ് അബോധാവസ്ഥയിലായ 2.5 വയസ്സുകാരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന യുവാവ്. ചെമ്മാട് പ്രമുഖ വസ്ത്രവ്യാപാരശാലയായ മാനസ സിൽക്ക് ആൻഡ് സാരീസിലെ ഫ്ലോർ മാനേജറായ താനൂർ എടക്കടപ്പുറം സ്വദേശി ഷാജഹാൻ എന്നറിയപ്പെടുന്ന ഷാജിമോൻ വൈപ്പിനാണ് 2.5 വയസ്സുകാരിയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത്. വ്യാഴാഴ്ചയായിരുന്നു സംഭവം. ഷോപ്പിലേക്ക് വസ്ത്രമെടുക്കാനെത്തിയ കുടുംബം കുട്ടിക്കായി വസ്ത്രമെടുക്കുന്നതിനിടെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ എടുത്തപ്പോൾ കരയുകയായിരുന്നു. ഇതിനിടെ കുട്ടിക്ക് ശ്വാസം നഷ്ടപ്പെടുകയും കുട്ടി കുഴയുകയും ചെയ്തു. ഇതോടെ കുട്ടിയുടെ മാതാവും മറ്റുള്ളവരും പരിഭ്രാന്തിയിലായി. കുട്ടിയുടെ പിതാവ് കൃത്രിമ ശ്വാസം നൽകിയെങ്കിലും ഫലമുണ്ടായില്ല. ഇതോടെയായിരുന്നു അവിചാരിതമായി ഷാജിമോൻ ഇവിടേക്ക് എത്തിയത്. ഉടൻ തന്നെ മറ്റു സ്റ്റാഫുകൾ ഷാജിമോനോട് കാര്യം പറഞ്ഞു. ഇതിനിടയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ നിൽക്കുകയായിരുന്നു കുട്ടിയുടെ കുടുംബം. എന്നാൽ ശ്വാസം ലഭിക്കാത്തതിനാൽ ആശുപത്രിയിലേക്ക് എത്തിക്കുക എന്നത് ബുദ്ധിമുട്ടായതിനാൽ ഷാജിമോൻ 2.5 വയസ്സുകാരിയെ ഉടനെ കയ്യിലെടുത്ത് അവിടെ നിന്നും മാറ്റി ടേബിളിൽ കിടത്തി CPR നൽകുകയായിരുന്നു. ആദ്യം കൃത്രിമ ശ്വാസം നൽകിയപ്പോൾ കുട്ടിയുടെ ഉള്ളിൽ നിന്നും എന്തോ ശബ്ദം കേട്ട പോലെ തോന്നി. ഇതോടെ ഷാജഹാന് ആത്മവിശ്വാസം വർദ്ധിച്ചു. ഇതോടെ ഒന്നുകൂടി കൃത്രിമ ശ്വാസം നൽകിയതും 2.5 വയസ്സുകാരി പൊതുജീവിതം തിരിച്ചു പിടിച്ചു. കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായതിൻ്റെ സന്തോഷത്തിലാണ് മാനസ സിൽക്സും ഷാജിമോനും. ഒരു പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടീം പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിക്ക് ഇങ്ങനെ കരഞ്ഞപ്പോൾ, കുട്ടി വാശി പിടിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ വാശി പിടിക്കാൻ പാടില്ല എന്ന് കുറച്ച് മുമ്പേ ഡോക്ടർ പറഞ്ഞിരുന്നു. ഞാൻ കുട്ടീനെ എടുത്തപ്പോൾ കുട്ടി പെട്ടെന്ന് കരഞ്ഞപ്പോൾ പിന്നെ ഇത് കിട്ടിയില്ല, ശ്വാസം കിട്ടിയില്ല. ശ്വാസം കിട്ടാത്തപ്പോൾ ഇവരെ മാതാവ് ആകെ തളർന്നു പോയി. പിന്നെ ആ കുട്ടീൻ്റെ എപ്പോഴാണ് കുറേയൊക്കെ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വായ വെച്ച് ഊതിയിട്ടൊന്നും ശ്വാസം കിട്ടില്ല. നമ്മളെ സ്റ്റാഫുകൾ കുറേ നോക്കി. അതിന് ശേഷമാണ് ഞാൻ യാദൃശ്യം കൊണ്ട് അവിടെ എത്തിപ്പോഴാണ്. അന്നേരം ഞാൻ വാങ്ങിച്ചിട്ട് ടേബിളിൽ കിടത്തി ജസ്റ്റ് വായിലും മൂക്കിലും ഇങ്ങനെ ഊതി വലിക്കുകയും ചെയ്തു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഇത് വന്നു, ഉള്ളിൽ ചെറിയൊരു ശബ്ദം വന്നു. അങ്ങനെ ഒന്നുകൂടെ ഇത് ചെയ്തപ്പോൾ ചെറിയതായിട്ട് കുട്ടി കരഞ്ഞപ്പോഴാണ് ശരിക്കും ശ്വാസം കിട്ടി എന്നുള്ള ഉറപ്പ് വരുത്തിയത്. കുട്ടി ആകെ ടയേർഡായിരുന്നു, ആകെ തളർന്നു പോയിരുന്നു കുട്ടി. അങ്ങനെ ആ പാരൻസിനൊക്കെ ആ സന്തോഷമായി. ആ ലാസ്റ്റ് അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പോയി. ഹോസ്പിറ്റലിലേക്ക് അവർ അത് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകുമെന്ന് പറയും. പിന്നെ കുട്ടി ശ്വാസം വന്നപ്പോൾ പിന്നെ അവർക്ക് സന്തോഷമായി. പിന്നെ കൂടുതൽ പിന്നെ ടയേർഡാണ് കുട്ടി. ടയേർഡായപ്പോൾ പിന്നെ അവർ തോളിൽ കെടുത്തി ഉറങ്ങിയ പോലെ നമ്മൾ പോകുമ്പോഴൊക്കെ കുട്ടി ഉറങ്ങിയ പോലെയാണ് പോകുന്നത്. അവർ ഉഷാറ് പോയി. ഫീലിംഗ് ഉണ്ടായി, ഭയങ്കര ഫീലിംഗാണ്. കാരണം വെച്ചാൽ നമ്മളെ ഒരു ജീവനാണ് നമ്മളെ അടുത്ത് കിടക്കുന്നത്. നമുക്ക് യാതൊരു ഇതിനെ കുറിച്ച്, ഈ ഒരു ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ഇങ്ങനെ കുറച്ച് മുമ്പേ ഉള്ള ചെറിയൊരു ഇത് വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ പ്രതീക്ഷയാണ്. ആ ഒരു ചെറിയ ഒരു ശബ്ദം വന്നപ്പോൾ നമുക്ക് ചെറിയ പ്രതീക്ഷ വന്നു. തീർച്ചയായിട്ടും വായു ആയതുകൊണ്ട് പ്രതീക്ഷ വന്നു. അങ്ങനെ ശരിക്ക് മൂക്കും വായു അങ്ങോട്ടും ഊതി വലിച്ചു ഇതാക്കിയപ്പോൾ അങ്ങനെ ചെറിയൊരു കരച്ചിൽ നമുക്ക് സന്തോഷമായി. കാരണം വെച്ചാൽ നമുക്കും ഇതേപോലത്തെ ഇതേ പ്രായത്തിലുള്ള ഒരു കുട്ടി എനിക്കും ഉണ്ട്. അപ്പോൾ നമ്മളെ സ്വന്തം കുട്ടി എന്നുള്ള നിലയിലാണ് ഞാൻ ചെയ്തത്. അത് ഏതായാലും ഭയങ്കര സന്തോഷമായി. പാരൻസിൻ്റെ അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകൾ അതേപോലെ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തിയിൽ ഇത്രയും ഒരു പോസിറ്റീവ് വന്നുകൊണ്ട് തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുണ്ട്. സ്ഥാപനത്തിൽ സംഭവിക്കാവുന്ന ഒരു ദുരന്തം തൻ്റെ അവസരോചിതമായ ഇടപെടലിൽ രക്ഷകനായി കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഷാജിമോനെ GM പത്തൂർ റഫീഖ് ബാവയും അനുമോദിച്ചു. നമ്മുടെ ഷോപ്പിൽ ഒരു ഫാമിലി പർച്ചേസിങ് ചെയ്തത്, അതിൽ 2.5 വയസ്സായ ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു ആൺകുട്ടി. ആ കുട്ടിക്ക് പെട്ടെന്ന് ഒരു ബോധക്ഷയം അനുഭവപ്പെട്ടു. ശ്വാസം കിട്ടാത്തൊരവസ്ഥയിലാവുകയും ആ പാരൻസും അവിടെ കൂടി നിന്നവരൊക്കെ ആകെ വെപ്രാളപ്പെട്ട് അവരും തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടു. ആ അവസരത്തിൽ ഞങ്ങളുടെ ഫ്ലോർ മാനേജറായ ഷാജഹാൻ അവസരത്തിനൊത്തുയർന്ന് ആ കുട്ടിയെ ആ സ്ഥലത്ത് നിന്ന് മാറ്റി ടേബിളിൽ വെച്ച് കൃത്രിമ ശ്വാസം കൊടുക്കുകയും അതിൻ്റെ ഫലമായി ആ കുട്ടി ജീവിതത്തിലേക്ക് തിരിച്ചു വരികയുണ്ടായി. ആ ഒരു അവസരം ഞങ്ങൾക്ക് മറക്കാനാവാത്ത, അല്ലെങ്കിൽ ഈ സ്ഥാപനത്തിലെ ഒരു സ്റ്റാഫ് എന്നുള്ള രീതിയിൽ തികച്ചും ഞങ്ങൾക്ക് എല്ലാവർക്കും, ഈ സ്ഥാപനത്തിനും
വളരെയധികം അഭിമാനകരമായൊരു മുഹൂർത്തമാണ് ഷാജഹാനിലൂടെ ഞങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിച്ചത്. ആ ഷാജഹാൻ്റെ ആ പ്രവൃത്തിയിലുള്ള സന്തോഷം ഞങ്ങൾ ഇവിടെ പങ്കുവെക്കുകയാണ്. ഓരോരുത്തരും CPR എന്താണെന്നും അത് എങ്ങനെ നൽകാമെന്നും അറിഞ്ഞിരിക്കേണ്ട പ്രാധാന്യമാണ് ഇവിടെ ഷാജിമോനിലൂടെ വെളിവാകുന്നത്. ഒരു കുരുന്നിൻ്റെ ജീവൻ രക്ഷിച്ചതിൽ ഷാജിമോനും മാനസ സിൽക്സ് ആൻഡ് സാരീസും തങ്ങളുടെ മകളുടെ ജീവൻ തിരിച്ചു കിട്ടിയതിൽ കുടുംബവും അങ്ങനെ എല്ലാവരും ഇപ്പോൾ ഹാപ്പിയാണ്. ന്യൂസ് ബ്യൂറോ, തിരൂരങ്ങാടി.